ദിവസങ്ങളാണ്. മാതാവ് എപ്രകാരം ദൈവസന്നിധിയിൽ പരിപൂർണമായി സമർപ്പിച്ചിരുന്നു, അതുപോലെ നമ്മൾ ദൈവസന്നിധിയെ സമർപ്പിക്കുന്നെങ്കിൽ മാത്രമേ മാതാവിൻ്റെയും എല്ലാ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയാൽ ദൈവം നമുക്ക് കാനാവിലെ കല്യാണത്തിന് മാതാവ് കൽപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അത് ആ പരിചാരകന്മാരോടാണ് പറയുന്നത്. അവൻ കൽപ്പിക്കുന്നത് കർത്തൃകൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. കർത്താവിൻ്റെ അമ്മയെ നമുക്ക് അമ്മയായിട്ട് കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യണമെന്നുള്ളത് കുരിശിൻ്റെ ചുവട്ടിൽ നമ്മൾ കാണുന്നതായിരുന്നു. കർത്താവിൻ്റെ തലേ ദിവസം വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന അവസരത്തിൽ ശിഷ്യന്മാർ മനസ്സിൽ പല ആകുല ചിന്തകളുണ്ടായിരുന്നു. കർത്താവിനെ യഹൂദന്മാർക്ക് കാണിച്ചു കൊടുക്കുന്ന, ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണ് നമ്മുടെ ഇടയിൽ എന്നുള്ള ചിന്തയെ അവരെ വളരെയധികം അലട്ടി. ഇളയവനായ യോഹന്നാസ്ലീഹ കർത്താവിന്റെ മാറോട് ചേർന്നുകൊണ്ട് ചോദിക്കുന്നു. അപ്പോൾ അവരെ ഉത്തരം കിട്ടും. അത് യൂദായാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുവാനും കഴിയും. കർത്താവിന്റെ ഹൃദയത്തിന്റെ താളമാണ്. കർത്താവിന്റെ ഹൃദയത്തെക്കുറിച്ചുള്ള വികാരങ്ങളൊക്കെ അടുത്ത് കണ്ട് കേട്ടറിഞ്ഞ ആളാണ് യോഹന്നാസ്ലീഹ. ബാക്കിയുള്ളവരൊക്കെ കുറച്ചുകൂടി. അപ്പോൾ കർത്താവിന്റെ ഹൃദയതാളം അവനാണ്. ഒരാൾ ഒറ്റിക്കൊടുക്കുകയും പോയി കെട്ടിനാന്ന് മരിക്കുകയും ചെയ്തു. മറ്റൊരാൾ തള്ളിപ്പറഞ്ഞിട്ട് ഓടിപ്പോയി. വേറെ 9 പേര് കുരിശിന്റെ ചുവട്ടിൽ നിന്ന് അളന്നു. ശേഷിച്ചത് യോഹന്നാസ്ലീഹ മാത്രമാണ്. അവന് കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ഓടിപ്പോകാൻ കഴിഞ്ഞില്ല. കാരണം തലേരാത്രി കർത്താവിനോട് ചേർന്നിരുന്ന് കർത്താവിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ കണ്ടു മനസ്സിലാക്കി പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് യോഹന്നാസ്ലീഹായ്ക്ക് ലഭിക്കുന്ന മഹാഭാഗ്യമുണ്ടാണ്. യേശു ക്രിസ്തുവിന്റെ മാതാവായ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ അമ്മയായ കർത്താവിന്റെ അമ്മയെ കന്യമറിയാവിനെ അവൻ അമ്മയായിട്ടുണ്ട്. യോഹന്നാസ്ലീഹായോട് കർത്താവ് യേശുവിനോട് പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മയാണ്. യോഹന്നാനോട് ഇതാ അമ്മയോട് ഇതാ എന്ന മകനെന്ന് പറഞ്ഞ് അവരെ പരസ്പരം പരിമേൽപ്പിക്കുന്ന ആ രംഗം നമ്മൾ വേദപുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കണം. അപ്പൊ കർത്താവിനോട് ചേർന്നിരിക്കുന്നതിന് മാത്രമേ കർത്താവിൻ്റെ അമ്മയെ അമ്മയായിട്ട് കിട്ടും. ഇപ്പോൾ 1 ജനുവരി ഓഗസ്റ്റ് 1 മുതൽ 15 വരെ 15 ദിവസങ്ങളായിരുന്നു. ഇനി ഒരാഴ്ച കഴിയുമ്പോൾ സെപ്റ്റംബർ 1 മുതൽ 8-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ കന്യമറിയാമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന 8 ദിവസങ്ങളാണ്. സഭ അതിനെ കാനൂനികമായ നിയമമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം ആരും ജന്മം കൊണ്ട് മാത്രം പരിശുദ്ധനോ ശുദ്ധിമതിയോ ആയിത്തീരുന്നു. ജനനവും ജീവിതവും ഈ ലോകത്തിൽ നിന്നുള്ള വേർപാടും ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഒരാൾ വിശുദ്ധനും ശുദ്ധിമതിയുമായിത്തീരുന്നത്. അവസാന ശ്വാസം വരെ വിശ്വാസത്തിൽ സ്നേഹത്തിന്റെ സമ്പൂർണ്ണതയിൽ പിടിച്ചു നിൽക്കുന്നവർ മാത്രമേ വിശുദ്ധനോ ശുദ്ധിമതിയോ ആയിത്തീരുവാൻ സാധിക്കും. ഏത് സമയത്ത് വേണേലും അകന്നു പോകാനായിട്ട് നമുക്കിടയുണ്ട്. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടു.
എന്നാൽ ആ രക്ഷയുടെ വഴിയിൽ വളർന്നുകൊണ്ടേയിരിക്കുമെന്നുള്ള ആ ഒരു ചിന്ത പരിശുദ്ധ സഭ നമ്മെ പഠിക്കുന്നു. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ലെന്നുള്ള നിലയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പലരെന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കി ന്യായം വിധിക്കുകയല്ല, സാധാരണഗതിയിൽ നോക്കുമ്പോൾ ആ രക്ഷയുടെ ശരിയായ അനുഭവത്തിൽ അവർ പലരെയും കാണുന്നു. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന ആ അനുഭവം തുടർച്ചയായി ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ നിലനിൽക്കുന്ന കന്യമറിയാമയും അവസാനം വരെ ആ വിശ്വാസത്തിലും കർത്താവിന്റെ സ്നേഹത്തിലും ഭക്തിയിലും ജീവിക്കുകയും ചെയ്യും. മാതാവിനെ നമുക്ക് ലഭിക്കണമെങ്കിൽ കർത്താവിനോട് ചേർന്നിരിക്കണം. മധ്യസ്ഥതയെന്ന് പറഞ്ഞാൽ ഈ സെപ്റ്റംബർ മുതൽ 8 വരെയുള്ള ആഴ്ചകളിൽ പല സ്ഥലത്തും വളരെയേറെ ബഹളങ്ങളാണ്. അവിടെ ഇവിടെയൊക്കെ പടങ്ങൾ കൊണ്ടുവച്ച് അവിടെ ഇവിടെ എല്ലാം ആരാധന കഴിക്കുന്നതുപോലുള്ള ഒരു രീതിയായിട്ട് ആരാധന മുഴുവൻ ദൈവത്തിനാണ്. ദൈവത്തിനല്ലാതെ എല്ലാവർക്കും ആരാധനയില്ല. പിന്നെന്താണ് പരിശുദ്ധന്മാരെ ശുദ്ധിമതികളെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്ന വിചാരം? അവർ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി ജീവിച്ചു. ശ്രേഷ്ഠരായി ജീവിച്ച ആ ജീവിതത്തിൽ അവരിവിടെ നിന്ന് കടന്നുപോയി. അവർ കർത്താവിന്റെ മുമ്പിൽ അംഗീകരിക്കപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെട്ടവരും ഒക്കെയാണ്. അവരുടെ നല്ല ജീവിതത്തെ പിൻപറ്റുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. കർത്താവിൽ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ആ തീർച്ചയായും പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഒക്കെ അപേക്ഷയ്ക്ക് വലിയ സ്ഥാനം. കാനാവിലെ കല്യാണത്തിലേക്ക് വീണ്ടും നമുക്ക് നോക്കാം. അവിടെ കാണുന്നതാണ് മാതാവ് പറയുന്നത്, കർത്താവ് മാതാവിനോട് പറയുന്നുണ്ട്, എൻ്റെ സമയമായിട്ടില്ല എന്ന് പറയുമെങ്കിലും കന്യമറിയാമയുടെ അപേക്ഷ അവർ നിരസിക്കുന്നു. കന്യമറിയാമയുടെ ആ ഭവനത്തിലുള്ള മധ്യസ്ഥത ഇവർക്കാവശ്യമായ രീതിയിൽ തീർന്നു പോയി എന്നുള്ള അപേക്ഷ സ്വീകരിക്കും. പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെ അപേക്ഷ ദൈവം സ്വീകരിക്കുകയും അവരെല്ലാം ദൈവമെല്ലാം പോലും അനുഗ്രഹം. അതാണ് വിശുദ്ധന്മാരുടെ സ്ഥാന സഭയിൽ കൃത്യമായിട്ട് നമ്മളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും ഒക്കെ അവർ മധ്യസ്ഥത അടച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മിൽ നിന്ന് ദൈവസന്നിധിയിൽ നമുക്ക് കൃപകളും അനുഗ്രഹങ്ങൾ വാങ്ങിത്തരും. ആ ഒരു വലിയ സത്യം ഓർക്കുകയും അവരെപ്പോഴും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. ആരാധിക്കുകയല്ല എന്നുള്ള വലിയ സത്യം. അങ്ങനെ വിശുദ്ധന്മാരുടെയും ശുദ്ധമതികളുടെയും മധ്യസ്ഥതയൊക്കെ പ്രാർത്ഥന ദൈവം നമുക്കെല്ലാ കൃപകളും അനുഗ്രഹം